1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് നിലമ്പൂർ നഗരസഭയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങി. 5 ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജെ കൃഷ്ണൻ പറഞ്ഞു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ചെളിയും മണ്ണും നിറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിലെ 3 മോട്ടോറുകൾ തകരാറിലായതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയിരിക്കുന്നത്. കുടിവെള്ള വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയതോടെയാണ് മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം നടത്താൻ കഴിയാത്തതെന്ന് അധികൃതർ അറിയിച്ചത്. കുടിവെള്ളത്തിന് അടിയന്തര ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ടാങ്കർ ലോറിയുമായി എത്തിയാൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരാഴ്ചക്ക് വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും കൂടി വാട്ടർ അതോറിറ്റിയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ തീവ്രമായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മോട്ടറുകളും കേട് വന്നിട്ടുണ്ട്, മണലടിഞ്ഞിട്ട്. അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞത് കൊണ്ട് കിണറിൽ നിറച്ച് ചളി നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തായാലും ഇന്ന് അടിയന്തരമായിട്ട് ആളുകൾ വന്ന് അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞ് വെള്ളം അടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉറപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറമെ അവർ തന്നൊരു ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം അവർ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. ടാങ്കർ ലോറി വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. 2018-ലും 2019-ലും പ്രളയങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ സമയത്തും കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ചാലിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ള പമ്പ് ഹൌസുകളിലേക്ക് വ്യാപകമായി മണ്ണും ചെളിയും മണലും വന്നടിയുന്നതിനാൽ മോട്ടോറുകൾ തകരാറിലാകും. ഈ പമ്പ് ഹൌസുകളിൽ നിന്നുമാണ് അമരമ്പലം പഞ്ചായത്തിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അതിനാൽ അമരമ്പലത്തേക്കുള്ള കുടിവെള്ള വിതരണത്തെയും ഇത് ബാധിക്കും. മോട്ടോറുകൾ നന്നാക്കാനായി അഴിച്ചെടുത്തു കൊണ്ടുപോയിട്ടുണ്ടെന്ന് വാട്ടർ അതോറിറ്റി AE സമീറും പറഞ്ഞു. തുടർച്ചയായി 4 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ജലവിതരണം ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും AE പറഞ്ഞു. എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഒരാളെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടല്ലോ. അപ്പോൾ ആളെ കിട്ടാനുള്ള താമസമാണ് ഇപ്പോൾ ഒരു 1.5 ദിവസമായിട്ട് പിടിച്ചത്. മോട്ടറൊക്കെ നല്ല പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കിണർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ പണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 4 ദിവസം തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചളി ഫുള്ള് നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ തൽക്കാലം നമുക്ക് വെള്ളം സപ്ലൈ പുനഃസ്ഥാപിക്കാം. അതിന് ശേഷം ഇനി വേനൽക്കാലത്ത് 2-3 വർഷമായി ഇത് തുടരുന്നു. ഇങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് മുനിസിപ്പാലിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ട് ഏതെങ്കിലും ഫണ്ട് അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്താമെന്ന് ഉറപ്പ് തരും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.